സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്ന ലക്ഷ്യാറ്റ് 2026 നേതൃസംഗമത്തിൽ ഓരോ മേഖലയിലെയും നിയമസഭാ മണ്ഡലങ്ങൾ പ്രത്യേകം എടുത്ത് പരിശോധിച്ചുള്ള ചർച്ചകളും വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ ആണ് പ്രധാനമായും ഈ വിജയം കണക്കാക്കുന്നതിന് അടിസ്ഥാനമാക്കിയത്. ഒപ്പം തന്നെ മുൻ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് പാറ്റേണുമായി ബന്ധപ്പെട്ട താരതമ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ വോട്ട് വർധനവിൻ്റെയും മറ്റും അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞത് 85 സീറ്റുകളിൽ വിജയം ഉറപ്പിക്കാമെന്ന വിലയിരുത്തലാണ് ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ UDF പ്രതീക്ഷിക്കുന്നത്, കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് മധ്യമേഖലയിൽ നിന്നാണ്. മധ്യമേഖല എന്ന് പറയുമ്പോൾ മലപ്പുറം, എറണാകുളം, തൃശ്ശൂർ, ഇടുക്കി, പാലക്കാട് എന്നീ ജില്ലകൾ അടങ്ങുന്നിടത്ത് അവിടെ നിന്ന് അവിടുത്തെ 60 നിയമസഭാ മണ്ഡലങ്ങളിൽ 43 ഇടത്ത് വിജയിക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ മധ്യമേഖല സോണൽ മീറ്റിംഗിൽ ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. വടക്കൻ മേഖലയിൽ ആകെ 32 സീറ്റുകളാണ്, നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അവിടെ 18 സീറ്റ് വരെ വിജയിക്കുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. കാസർഗോഡ് 5 സീറ്റുകളിൽ 3 ഇടത്ത് വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ണൂരിൽ 11 സീറ്റുകളിടത്ത് 4 ഇടത്ത് വിജയിക്കുമെന്ന് കരുതുന്നു. വയനാട് 3 സീറ്റും തൂത്തുവാരുമെന്ന പ്രതീക്ഷയാണ് ഈ സോണൽ മീറ്റിംഗിൽ ഉയർന്നത്. കോഴിക്കോട് 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 8 ഇടത്ത് വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് വെച്ചു പുലർത്തുന്നത്. തെക്കൻ മേഖലയിലേക്ക് വന്നാൽ കോട്ടയത്ത് 9 സീറ്റുകളുള്ളിടത്ത് 5 ഇടത്ത് വിജയിക്കുമെന്ന് കരുതുന്നു. കൊല്ലത്ത് 11 സീറ്റുകളിൽ 7 ഇടത്താണ് വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്. തിരുവനന്തപുരത്ത് 14 സീറ്റുകളുള്ളിടത്ത് 4 ഇടത്ത് വിജയിക്കുമെന്നും പത്തനംതിട്ടയിൽ ക്ലീൻ സ്വീപ്പ് 5 സീറ്റിൽ 5 ഇടത്തും വിജയിക്കുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. ആലപ്പുഴയിൽ 9 സീറ്റുള്ളിടത്ത് 4 ഇടങ്ങളിൽ വിജയിക്കും. അങ്ങനെയാണ് 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 85 ഇടത്ത് വിജയിക്കുമെന്ന കണക്ക് ഈ സോണൽ മീറ്റിംഗുകളിലെ വിലയിരുത്തലിൽ വന്നിരിക്കുന്നത്. എന്തായാലും ഇതിനേക്കാൾ ഉയർന്ന ഒരു നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും പ്രതികൂല കാലാവസ്ഥയിലാണെങ്കിൽ പോലും 85 ഇടത്ത് വിജയിക്കാവുന്ന സ്ഥിതി ഇപ്പോഴുണ്ട് എന്ന വിലയിരുത്തലാണ് ഈ നേതൃയോഗങ്ങൾ ഉയർന്നിരിക്കുന്നത്.